ഹലോ, ചട്ടിയൊക്കെ ആകെ പുകഞ്ഞ് കരിഞ്ഞ് കരിക്കട്ടയാവുന്നുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചപ്പോഴത്തേക്കിനും ആ ഒരു പുകയൊക്കെ അങ്ങോട്ട് പോയി. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ അതങ്ങനെ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുവും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി പച്ചച്ചോവയൊക്കെ മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മീൻ കറി വെച്ചുകൊണ്ടിരുന്നീന് കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ്. ഇത് നല്ലതാ, ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ, വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് വേറെ പരിപാടിയുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, ഇത്തിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്തിരിക്കണേ. പിന്നെ കുറച്ച് ഫിഷ് മസാല, അതാണ് ഇതെല്ലാം കൂടെ അങ്ങനെ പാത്രത്തിലിട്ട് വെച്ചേക്കാണ് ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ പുളി വെള്ളമാണ്. പുളിവെള്ളം ഞാൻ കുടംപുളി യൂസ് ചെയ്യണില്ല. അപ്പോൾ സാധാരണ പുളി ഉണ്ടല്ലോ, അത് പുളി സെറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കളർ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം എന്താ വെച്ചാൽ ഇവിടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലേൻ്റെ കൂട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം, പുളിവെള്ളവും പിന്നെ നോർമലി വാട്ടറൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. വയൽ വരുന്നില്ലല്ലോ പഠിച്ചോനെ. അപ്പോൾ വെള്ളവും എല്ലാം ചേർത്ത് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് നമ്മൾ മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. മീൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മീനിനെയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുക കേട്ടോ. ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് തട്ടി പെറുക്കി ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് അടിപൊളിയാക്കിയിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ അടിപൊളി നെയ്മീൻ കറി. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ്. നമുക്കിത് സ്ലോ കുക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് കറി റെഡിയാക്കി.